കുട്ടികൾക്ക് പോലും പടക്കം പൊട്ടിക്കണമെന്നോ വിഷുക്കണി ഒരുക്കണമെന്നോ അങ്ങനൊരു ചിന്ത പോലും ഇല്ല. ഇപ്പൊ എല്ലാം അവരവരുടെ വിരൽത്തുമ്പിൽ ഇതെല്ലാം കാണുകയല്ലേ മോളെ. പടക്കം പൊട്ടിക്കല്ല, പടക്കം പൊട്ടിക്കുന്നത് മൊബൈലിൽ കണ്ട് അവരത് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെയാ അവർക്ക് കണി. സത്യം എന്തേ ആ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പടക്കമൊക്കെ എടുത്ത് പൊട്ടിക്കാൻ പറ. ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഞാനും ശാരികേച്ചിയും ശ്യാമയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത്. സത്യനാളെ അച്ഛൻ വരുമോ എന്നുള്ള സന്തോഷത്തില്ല, അച്ഛൻ വരുമോ എന്നുള്ള പ്രതീക്ഷയും. അവളുടെ മനസ്സിലിപ്പോ വിഷുവും ഇല്ല, ഒരാഘോഷവും ഇല്ല. ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, അച്ഛൻ വരും, അച്ഛനെ കാണണം. ഒരുപാട് സ്ഥലത്ത് അച്ഛനുമായിട്ട് ചുറ്റിയടിക്കണം. ഞാൻ പിന്നെ മറുത്തൊന്നും പറയാതെ ഇങ്ങ് പോന്നു. അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാ, ഇതെല്ലാം കാണാനല്ലേ എനിക്ക് പറ്റൂ, കണ്ടിട്ട് സങ്കടപ്പെടാനും. ഞാനും അതൊക്കെ തന്നെ ആലോചിക്കുന്ന. സത്യയെ തിരുത്തി കാര്യങ്ങളൊക്കെ നേടേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യയുടെ വഴിയിൽ സഞ്ചരിക്കാനേ നമുക്കിപ്പോ സാധിക്കും. ആ വഴിയിലൂടെയുള്ള സഞ്ചാരം ഏത് വിധത്തിൽ പ്രാവർത്തികമാക്കും എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോ. പ്രാവർത്തികമാക്കിയേ നോക്കൂ. ഒന്നിച്ചൊരു വിഷു കൂടി നഷ്ടമാകുന്നു. രണ്ട് സ്ഥലങ്ങളിലിരുന്ന് രണ്ട് മനസ്സുകളുടെ വിഷു ആഘോഷം. ഇതുപോലെ വിഷു ആഘോഷിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. നാട്ടിലെത്താൻ പറ്റാത്തവർ, നാട്ടിലുണ്ടെങ്കിലും ഒന്നിച്ചിതുപോലെ ആഘോഷിക്കാൻ പറ്റാത്തവര്. അവർക്കൊപ്പം, അവർക്ക് കൂട്ടായി കുറച്ചധികം വർഷങ്ങളായി ഞാനും ശാലിനിയും. വിഷ്ണുച്ചൻ എവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. നമുക്ക് കമ്പിത്തിരി കത്തിക്കണ്ടേ? പടക്കവും പൊട്ടിക്കാനുണ്ട്. മോളിച്ചല്ലേ, വിഷ്ണുച്ചൻ വന്നോളാം. അങ്ങനെ പറഞ്ഞ പറ്റില്ല. വിഷ്ണുച്ചൻ വാ, ഇപ്പൊ തന്നെ വരണം. വിഷ്ണുച്ചൻ പടക്കം പൊട്ടിച്ചോ, ഞാൻ കമ്പിത്തിരി കത്തിച്ചോളാം. വാ വാ വിഷ്ണുച്ച, വാ. ഇനി എന്നാ മോളെ പഴയ പോലെ എല്ലാരും കൂടെ, സത്യയും പപ്പിയും എല്ലാരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ വിഷു ആഘോഷിക്കുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റുക? അങ്ങനെ ഒരു വിഷു ഞങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അമ്മേ. കടമ്പകൾ കടന്ന് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്താൻ സർവേശ്വരൻ കനിയട്ടെ. എന്താ സത്യമോൾക്ക് വേണ്ടത്? അച്ഛൻ എന്താണോ ഇഷ്ടം അത് സത്യമോൾക്ക് വാങ്ങി തന്നാ മതി. എന്നാലും എന്താണെന്ന് പറ. അച്ഛൻ പറഞ്ഞു അച്ഛാ, ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസാ. അതെന്താ അങ്ങനെ? ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്ത് പ്രത്യേകത? ഇന്നെന്റെ അച്ഛൻ എന്നെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ദിവസമല്ലേ. ഇതൊക്കെ ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്നോ. സത്യമാണോ? പിന്നെ ഇല്ലേ, മാളവികയുടെ ഹൃതികയുടെ അച്ഛന്മാര് അവര് പുറത്തൊക്കെ കൊണ്ടുപോയി ഹോട്ടലിലൊക്കെ കേട്ടിയെന്ന് പറയുമ്പോ സത്യമോക്ക് ഭയങ്കര സങ്കടം വരും. എന്റെ അച്ഛൻ മാത്രം എന്നെ കാണാൻ പോലും വരുന്നില്ലല്ലോ എന്നോർത്ത് ആരും കാണാതെ ഞാൻ കരയും. പക്ഷെ ഇപ്പോ ആ സങ്കടമൊക്കെ പോയി കേട്ടോ. കാരണം എന്റെ അച്ഛനിപ്പോ എന്റെ അടുത്ത് വന്നല്ലോ. എന്റെ മോളെ, നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. അമ്മ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ. പക്ഷെ ഈ അമ്മ ഒരു കാര്യം മനസ്സിലാക്കി. മോള് അച്ഛന് നൽകിയിരിക്കുന്ന സ്ഥാനം ഈ അമ്മയേക്കാൾ ഒരുപാട് ഒരുപാട് മേലെയാണ്. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില് സത്യമോളെ എവിടെയൊക്കെ കൊണ്ടുപോവാന്ന് ആലോചിക്കായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അച്ഛൻ്റെ ഒപ്പം പോണോന്നുണ്ട്. പക്ഷെ അച്ഛന് സമയമില്ലല്ലോ. അതെ അതെ, ഇന്ന് തന്നെ അച്ഛൻ വന്നത് വളരെ കഷ്ടപ്പെട്ട. അച്ഛന്റെ ജോലി സ്ഥലത്തെ ഓഫീസർ ഭയങ്കര ദേഷ്യക്കാരനാ. ലീവ് എടുത്താ ദേഷ്യപ്പെടും. എന്താ പിന്നെ എന്തിനാ അച്ഛൻ ഈ ജോലി? അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, നമുക്ക് കഴിയാ അതൊക്കെ പോരെ. എന്റെ ജോലി കളഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാനല്ലേ? അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കൊതി കൊണ്ടല്ലേ അച്ഛൻ സത്യമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്.
അച്ഛന് സങ്കടം വരുന്നുണ്ടേ വേണ്ട, ജോലിക്ക് പൊക്കോ. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം. സാർ, മോള് പറഞ്ഞില്ലല്ലോ എന്താ കഴിക്കാൻ വേണ്ടത്. ഇന്നല്ല അച്ഛന്റെ ഇഷ്ടമാ. അച്ഛൻ പറഞ്ഞോ, അപ്പോഴേക്ക് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാവേ. ഈശ്വര, ഈ കുട്ടി എങ്ങനെയായ എന്ത് ചെയ്യും? എങ്ങനെയാ ഇനി ഈ വേഷം ഒന്ന് അവസാനിപ്പിക്കുക? സാർ, ഓർഡർ എന്തെങ്കിലും? പറയാം. ഒന്ന് ബിഗ് ഫ്രണ്ടിനെ വിളിച്ചേക്കാം. റെസ്റ്റോറന്റിലേക്ക് വന്ന അച്ഛനെ പരിചയപ്പെടുത്താന്ന് പറയാം.